ലൂമോസ്. ഇങ്ങനെ മാജിക് സ്പെൽസ് പറഞ്ഞ് വോൾഡ്മോർട്ടിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഹാരി പോട്ടർ ഫാനാണോ നിങ്ങൾ? ആരാലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ ലോകമെമ്പാടുമുള്ള വായനാ പ്രേമികളെ പിടിച്ചിരുത്തിയ ഹാരി പോട്ടർ സീരീസ് സൃഷ്ടിക്കപ്പെട്ടത്? JK റൗളിംഗ് അഥവാ ജോവാൻ റൗളിംഗ് 1965 ജൂലൈ പീറ്റർ ജെയിംസ് റൗളിംഗിന്റെയും ആനി റൗളിംഗിന്റെയും മകളായി ജനിച്ചു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അപേക്ഷ നിരസിച്ചതിനെ തുടർന്ന് യൂണിവേഴ്സിറ്റി ഓഫ് എക്സെറ്ററിൽ നിന്നും BA പഠനം പൂർത്തിയാക്കി. 1990 മാഞ്ചസ്റ്ററിൽ നിന്നും ലണ്ടനിലേക്കുള്ള ട്രെയിൻ യാത്രക്കിടയിലാണ് ഹാരി പോട്ടർ എന്ന കഥാപാത്രം റൗളിംഗിന്റെ മനസ്സിൽ രൂപം കൊള്ളുന്നത്. 4 മണിക്കൂർ വൈകി ഓടിയ ട്രെയിനിൽ നിന്ന് രൂപപ്പെടുത്തിയ ആശയം ഒരു കടലാസിലേക്ക് പകർത്തുവാൻ അവരുടെ കൈവശം ഒരു പേന പോലുമില്ലായിരുന്നു. അതേ വർഷം മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന രോഗബാധിതയായ അമ്മയുടെ മരണവും റൗളിംഗിന് ആഘാതമായി. അത് ഒറ്റപ്പെടലിലേക്കും വിഷാദത്തിലേക്കും നയിച്ചു. തുടർന്ന് പോർച്ചുഗലിൽ അധ്യാപികയായിരിക്കെ നടന്ന വിവാഹവും അസ്വസ്ഥതകൾ നിറഞ്ഞതായിരുന്നു. 2 വർഷമേ വിവാഹബന്ധം നീണ്ടുനിന്നുള്ളൂ. തുടർന്ന് തന്റെ മകളായ ജെസിക്കയെയും കൊണ്ട് ഭക്ഷണത്തിനും താമസ സൗകര്യത്തിനും വേണ്ടി കഷ്ടപ്പെട്ടു. കുട്ടിക്കാലത്ത് തന്റെ അനിയത്തിക്കായി മാന്ത്രിക കഥകൾ എഴുതിയ റൗളിംഗ് വട്ടക്കണ്ണാടിയിട്ട മാന്ത്രിക കഥാപാത്രത്തിന് രൂപം കൊടുത്തു. തന്റെ മനസ്സിലെ സങ്കടങ്ങൾ അവർ കഥാപാത്രങ്ങളോടായി പങ്കിട്ടു. ജീവിതത്തിൽ കണ്ടുവന്ന ഓരോ കഥാപാത്രങ്ങളും മാന്ത്രിക ലോകത്തെയും കഥാപാത്രങ്ങളായി. മനസ്സിലെ നൊമ്പരങ്ങൾ ഹാരി പോട്ടറിലൂടെ ലോകം കണ്ടു. അങ്ങനെ 1995 ഹാരി പോട്ടറിന്റെ എഴുത്ത് പൂർത്തിയായി. 12ഓളം പ്രസ്സുകളിലേക്ക് അയച്ചു കൊടുത്തെങ്കിലും അവയൊക്കെയും അത് നിരസിച്ചു. കുട്ടികൾക്കായുള്ള കഥ വിറ്റൊഴിക്കില്ലെന്ന് പറഞ്ഞ് പരിഹസിച്ചു. ഒടുവിൽ ബ്ലൂംസ്ബറിയിലേക്കും കഥയുടെ ആദ്യ ഭാഗം അയച്ചു കൊടുത്തു. പ്രസ് ചെയർമാൻ മകളായ ആലീസിന് കഥ വായിക്കുവാൻ കൊടുത്തു. കഥ വായിച്ചതിനു ശേഷം തുടർന്ന് വായിക്കുവാനുള്ള ആലീസിന്റെ ആവേശത്തിന്റെയും ആകാംക്ഷയുടെയും ഫലമായി ഹാരി പോട്ടർ സീരീസ് സൃഷ്ടിക്കപ്പെട്ടു. 1997 മുതൽ 2007 വരെ 7 ബുക്കുകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അവയൊക്കെയും വെള്ളിത്തിരയിലും ഹിറ്റുകളായി മാറി. ലോകത്തൊട്ടാകെ 500ഓളം കോപ്പികൾ വിറ്റഴിക്കപ്പെട്ടു. 80 ഭാഷകളിലേക്ക് കഥ വിവർത്തനം ചെയ്യപ്പെട്ടു. അങ്ങനെ $7.7 ബില്യൺ JK റൗളിംഗിന് സ്വന്തമായി. തന്റെ സ്വത്തിന്റെ 90% അവർ ചാരിറ്റിക്കായി വിനിയോഗിച്ചു. ഭക്ഷണമില്ലാതിരുന്ന ആളുകളിലെ കഷ്ടതകൾ JK റൗളിംഗിനെ പരോപകാരിയാക്കി. ലൂമോസ് എന്ന സംരംഭം സ്ഥാപിച്ച് അനാഥരുടെയും ദരിദ്രരുടെയും അത്താണിയായി മാറി JK റൗളിംഗ്. അങ്ങനെ ആത്മഹത്യയുടെ വക്കിൽ നിന്നും പുസ്തകങ്ങളിലൂടെ പുനർജനിച്ചു JK റൗളിംഗ്.